ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് അധികം കായ്കൾ കിട്ടിയിട്ടില്ല. പൂത്തു പക്ഷേ കായ്കൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റീവൻ ചേട്ടൻ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ ഇത് ഒരു 2 മാസം മുമ്പ് ഇതിൽ ഒരു 3 പൂവുണ്ടായി. ഇതുപോലെ വിരിഞ്ഞ് വരയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മളുടെ വീട്ടിലല്ലാത്തതുകൊണ്ട് നമുക്കിത് പരാഗണം ചെയ്യാനായിട്ട് വിടരുമ്പോൾ തന്നെ പരാഗണം ചെയ്യാൻ പറ്റിയില്ല, പറമ്പിലായതുകൊണ്ട്. കാരണം രാത്രി തന്നെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണിയാവുമ്പോൾ നമ്മൾ പരാഗണം നടത്തി കൊടുക്കും. അപ്പോൾ പിന്നെ ഈച്ചയും കാര്യങ്ങളൊക്കെ വന്ന് തേനീച്ചയൊക്കെ വന്ന് പരാഗണം നടന്നില്ലെങ്കിലും നമ്മൾ പരാഗണം ചെയ്യുന്നത് കൊണ്ട് ഇത് പിടിച്ച് കിട്ടും. പിന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഇപ്പോൾ ഈ മഴ സീസണല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ പൂമ്പൊടി കംപ്ലീറ്റ് ഈ മഴയിൽ പോവും. അപ്പോൾ നമ്മൾ കാലത്ത് വന്ന് പരാഗണം ചെയ്യാൻ നോക്കുമ്പോൾ പൂമ്പൊടി ഉണ്ടാവില്ല. ഞാനിത് ഇതുപോലെ തന്നെ കാലത്ത് വന്ന് പരാഗണം ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ കവർ ഇട്ടിട്ടുണ്ടായില്ല. തലേ ദിവസം കവർ ഇട്ടേച്ചും പോയിട്ട് പിറ്റേ ദിവസം കാലത്ത് വന്ന് നമ്മൾ പരാഗണം നടത്തി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പൂമ്പൊടിയൊക്കെ മഴ പെയ്താലും കവറിട്ടത് കൊണ്ട് പൂമ്പൊടി പോവില്ല. ഇത് കവറിടാഞ്ഞത് കൊണ്ട് രാത്രി ഭയങ്കര മഴയും കാര്യങ്ങളും ആയിരുന്നു. ഇത് 3 പൂവും ഒരുമിച്ച് വിരിഞ്ഞായിരുന്നതാണ്. പക്ഷേ പരാഗണം നടത്താൻ വന്നപ്പോൾ പൂമ്പൊടി ഉണ്ടായില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ വിരിഞ്ഞ് നിൽക്കണ പൂവിൻ്റെ പൂമ്പൊടി എടുത്തു കൊണ്ടൊന്ന് പരാഗണം നടത്തി നോക്കി. പക്ഷേ അത് പരാഗണം നടന്നില്ല, പൂമ്പൊടി കറക്റ്റ് ആയില്ല, നമുക്ക് പിടിച്ച് കിട്ടിയില്ല. ഇപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഈ പൂവും എല്ലാം വിരിഞ്ഞ കണ്ടീഷനിലായിട്ടുണ്ടായി. അപ്പം ഞാൻ കവറിട്ടിട്ട് പോയി. കാരണം രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് വരുമ്പോൾ ഇതിൽ പൂമ്പൊടിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പം ഇത് പൂ വിരിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും നമ്മളൊരു തൂവലെടുത്തിട്ട് മണ്ണിലേക്ക് കോഴിപ്പപ്പ് എടുത്തിട്ട് ഈ പൂവിലിട്ട് അനക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചാൽ മതി. ഈ ചെറിയൊരു പൂ ഫ്രണ്ടിലുണ്ട്. ഇതാണ് ഫീമെയിൽ. നമുക്ക് പിടിച്ച് കിട്ടുന്ന സംഭവം ഇതാണ്. ഇതിലാണ് നിറയെ പൂമ്പൊടിയും കാര്യങ്ങളും ഉള്ളത്. ഈ പൂമ്പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാലാണ് നമുക്ക് പിടിച്ച് കിട്ടണേ. ഇപ്പം നിറച്ച് പൂമ്പൊടിയും കാര്യങ്ങളും ഉണ്ട്. അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് പരാഗണം നടന്ന് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടും. ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ പരാഗണം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമില്ല. അപ്പം രാവിലെയൊക്കെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ചെറു പ്രാണികൾ കാര്യങ്ങൾ കൊണ്ട് പരാഗണം നടക്കും. പക്ഷേ മഴയുള്ള അവസരങ്ങളിൽ അങ്ങനെ പരാഗണം നടക്കാത്തത് കൊണ്ട് ഈ പൂ വിടർന്നതിന് ശേഷം ഇത് കൂമ്പിയതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൂ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ പരാഗണം മാനുവലായിട്ട് നമ്മൾ രാവിലെ വന്ന് ചെയ്ത് കൊടുക്കുന്നത്. കാര്യം മഴ കൂടി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ പൂമ്പൊടിയൊക്കെ പോയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കവറിട്ട് മൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഫ്രൂട്ടായി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പൂ ഇങ്ങനെ വിരിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കൊഴിഞ്ഞ് താഴേക്ക് പോയിട്ട് ശരിയായ രീതിയിൽ പരാഗണം നടന്നില്ലെങ്കിലും ഫ്രൂട്ട് വളരെ കുഞ്ഞിതായിട്ടും വരാറുണ്ട്. നമ്മുടെ ഡ്രാഗണിൽ 2 വിധത്തിൽ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോണ സംഭവമുണ്ട്. പൂ മുട്ടിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റെഡ് കളറായിട്ട് വിരിയാൻ വരുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോകണതെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ നോർമലി ഇതിൽ പൂക്കളും കാര്യങ്ങളും ആവണത് ഏപ്രിൽ മാസം തുടങ്ങിയാവും. ഏപ്രിൽ മാസം തുടങ്ങി ഒക്ടോബർ വരെയൊക്കെയാണ് ശരിക്കും ഇതിൽ പൂവും കാര്യങ്ങളുമായിട്ട് നമുക്ക് കായ കിട്ടുന്നത്. അപ്പോൾ ഏപ്രിലും മെയ് മാസങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, മഴയുടെ ഇതൊന്നുമില്ല. അപ്പം പ്രകൃതിയിൽ ഓവറായിട്ട് വെയിലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇതിന് താങ്ങാവുന്നതിലും കൂടുതൽ വെയിലാണെങ്കിൽ ഇത് പൂക്കൾ മുട്ട് വരുമ്പോൾ തന്നെ കൊഴിഞ്ഞു. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അഭാവം കൊണ്ടും സംഭവിക്കാം. ഡ്രാഗണ് ശരിക്കും നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഈ ജൈവവളം മാത്രമാണ് കൊടുക്കണത്, മറ്റൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ജൈവവളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചാണകം കൊടുക്കും, അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, പിന്നെ ആട്ടുംകാട്ടം, കോഴിക്കാട്ടം വരെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കാട്ടം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കടയ്ക്ക് ചേർത്തിടാതെ കുറച്ച് മാറ്റിയിട്ട് കൊടുക്കാം. പിന്നെ ശരിക്കും മണ്ണ് കടക്കയിലേക്ക് കൂട്ടി കൊടുക്കാം. വെള്ളം കെട്ടി കിടക്കുകയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ചെടി പോകാനും കാര്യങ്ങൾ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളിത് നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റൊന്നും റെഡിയാക്കിയ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കമ്പി വേലി ഇട്ടേക്കണേ, പറമ്പിനെ ചുറ്റുമുള്ള കമ്പി വേലിയിൽ ആണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് പൊക്കം കുറവാണ്, ഒരു 5 അടി പൊക്കമുള്ളൂ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് വിരിഞ്ഞ് നിറയെ ശിഖരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്.
പിന്നെ ഇതിന് വേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണം. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ആ ജാതിയുടെ ചോട്ടിൽ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആള് വളരുന്നുണ്ടോ, ജാതിയുടെ കൊമ്പ് വെട്ടിയാൽ മതി. വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരുന്നുണ്ട്. എന്നാൽ തണ്ടിന് ഒട്ടും കട്ടിയില്ല, കാര്യങ്ങളില്ല. ഇതിന്റെ തണ്ട് കണ്ട നല്ല നല്ല കരുത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതുമ്മ നിറയെ അടുത്ത കൊല്ലം നമുക്ക് നിറച്ച് കായുണ്ടായി കിട്ടും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ചെറുതായിട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും ഇതിൽ ഒരു 10-50 മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൽ 3 എണ്ണം മുകളിൽ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് 2 എണ്ണം. അങ്ങനെ ധാരാളം ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഴിയുന്നതിനെ കുറിച്ചൊന്നും ആരും ആകുലപ്പെടേണ്ടതില്ല. കൊഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ പൂമുട്ട ഉണ്ടായി കൊഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഉടനെ തന്നെ അടുത്തത് ആ ഒരു തണ്ടിൽ തന്നെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കും. കാര്യം ഇപ്പോൾ ഒരുപാട് പകർച്ചവ്യാധികൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഫ്രൂട്ട്, ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത്തരം അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നത് തടയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആരുടെയൊക്കെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.